സങ്കീർത്തനം 26:1 പറയുന്നത്, യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇപ്പോൾ ഒരു മനുഷ്യനിവിടെ പറയുകയാണ്, എനിക്ക് ന്യായം പാലിച്ച് തരണമേ എന്ന്. യഹോവയിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഒരു സങ്കീർത്തന ഭാഗമാണ്, ഒരു വാക്യമാണിത്. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇപ്പോൾ പഴയ നിയമത്തിൽ വിശ്വാസത്തെ ആശ്രയിക്കുക എന്ന് അനേക സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് വിശ്വാസമെന്നും പറയുന്നു. ഇപ്പോഴിവിടെ നീതിമാനായ ഒരു മനുഷ്യൻ ന്യായം പാലിച്ചു തരണം എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ വളരെ കഷ്ടതയിലാണ് അദ്ദേഹം. അതിൻ്റെ പുറകിലുള്ള ചരിത്രങ്ങളെപ്പറ്റി സംസാരിക്കുവാൻ സമയമില്ല, അല്പസമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യായം കിട്ടാത്ത ഒരു സമയമുണ്ട് നീതിമാന്മാർക്ക്. യഹോവയിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ ന്യായത്തെ ഈ ലോകം മറിച്ചു കളയുന്ന അവസ്ഥയിലും അല്ലെങ്കിൽ അവസരങ്ങളിലുമാണ് ഇപ്രകാരം ഒരു ഭക്തൻ്റെ നിലവിളി ഉയരുന്നത്. അപ്പോൾ തീർച്ചയായും യഹോവ ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ യാചനയെ ദൈവം തള്ളിക്കളയുകയില്ല. അതിന് ദൈവം കേൾക്കുകയും ആ ഭക്തന് ന്യായം പാലിച്ച് അല്ലെങ്കിൽ അവന് ന്യായം നടത്തി കൊടുക്കുകയും ചെയ്യും. അതിനവൻ്റെ അകത്തുള്ള വിശ്വാസം മാത്രം മതിയാകും. ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിൽ ആശ്രയിച്ചെന്നാൽ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ സാധ്യമാകും, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എന്നെ വിടിവിക്കുവാൻ യഹോവയ്ക്ക് കഴിയും എന്ന് വിശ്വാസത്താൽ അറിയുന്ന ഒരു ഭക്തനാണ് ഇവിടെ ഇപ്രകാരം പറയുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ്. മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യമോ അവൻ തൻ്റെ പുത്രനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ മനുഷ്യൻ പറയുന്ന സാക്ഷ്യങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ആ സാക്ഷ്യം മനുഷ്യന് വിശ്വസിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യൻ പറയുന്ന സാക്ഷ്യത്തെക്കാൾ ഉറപ്പുള്ളതും സംഭവിച്ചതും ആയ കാര്യമാണ് ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ സാക്ഷ്യം. അതാണ് വലിയ വിശ്വാസം. ആ പുത്രനിലുള്ള വിശ്വാസം ആണ് വലുത്. ആ പുത്രനിൽ ആര് വിശ്വസിക്കുന്നുവോ അവനൊരിക്കലും തകർക്കപ്പെടുകയില്ല. അവൻ ഒന്നിലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അവൻ അതിനെയൊക്കെയും അതിജീവിക്കുവാൻ ഈ പുത്രനെക്കുറിച്ചുള്ള സാക്ഷ്യം അവൻ്റെ അകത്ത് ഉറച്ച വിശ്വാസമായി തീരുവാൻ ഇടയാകും. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവനെ ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ഇപ്പോൾ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാതിരിക്കുന്നവനെയാണ് അസത്യവാദിയാക്കുന്നത്. എന്നാൽ പുത്രനെക്കുറിച്ചുള്ള സാക്ഷ്യമോ, അതാണ് ഏറ്റവും വലിയ
വിശ്വാസമായി നാം കാണേണ്ടതും നാം സ്വീകരിക്കേണ്ടതും ആ പുത്രനെക്കുറിച്ച് പിതാവായ ദൈവം പറയുന്ന ആ സാക്ഷ്യത്തെയാണ് നാം വിശ്വസിക്കേണ്ടത്. മനുഷ്യൻ്റെ സാക്ഷ്യം പലപ്പോഴും സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടും സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടും മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഇന്നലെ അവൻ്റെ സാക്ഷ്യമല്ലായിരിക്കും അവന് നാളെ ദൈവത്തെക്കുറിച്ചല്ലെങ്കിൽ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനുള്ളത്. എന്നാൽ ദൈവമോ തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ആ സാക്ഷ്യം മാറ്റമില്ലാത്തതാണ്, അത് ഉറപ്പുള്ളതാണ്. അത് വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോകുകയും ഇല്ല. അവൻ എപ്പോഴും നല്ല ഉന്മേഷത്തോടു കൂടി ഏതെല്ലാം പ്രതിസന്ധികൾ അവൻ്റെ മുൻപിൽ വന്നാലും അതിനെയൊക്കെയും അതിജീവിക്കുവാൻ പുത്രനെക്കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞ സാക്ഷ്യം അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു സ്ഥലത്തും ആർക്കും അവനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. യേശു ശിഷ്യന്മാരുമായി ഗദരദേശത്തേക്ക് ഗലീല കടലിൽ കൂടി പോകുമ്പോൾ യേശു പടകിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ ആ പടകിൽ അതിൻ്റെ അമരത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ അതിശക്തമായ കൊടുങ്കാറ്റും തിരമാലകളും കടലിൽ ആർത്തലച്ച് അവരുടെ പടകിനെ മുക്കിക്കളയുവാൻ വന്നപ്പോൾ അവർ യേശുവിനെ വിളിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് സങ്കടമില്ലയോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണത്. അപ്പോൾ യേശു കാറ്റിനെ ശാസിക്കുകയും കടലിനോട് അടങ്ങുക എന്ന് പറയുകയും ചെയ്തു. ഒരു മനുഷ്യൻ്റെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ, യേശുക്രിസ്തു ഉള്ളിൽ ഉള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അതിശക്തമായ കൊടുങ്കാറ്റുകളും തിരകളും 4 വശത്തു നിന്നും ആഞ്ഞടിക്കുവാൻ എപ്പോഴും സാധ്യതയുണ്ട്. പലപ്പോഴും അത്തരം പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ കൂടി അവൻ യാത്ര ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ യേശു ഉള്ള പടകിന് മാത്രമേ ഈ ദുരനുഭവം ഉണ്ടാകുകയുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. യേശു ഉള്ള പടകിന് എന്നും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും. എന്നാൽ അതിനെ അവിടെ നിന്ന് അവരെ രക്ഷിക്കുവാനും യേശുവിന് കഴിയും. അവർ മുൻപോട്ട് തന്നെ പോകുവാനും നയിക്കുവാനും യേശുവിന് കഴിയും. അതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ അതിഭയങ്കരമായ പ്രതികൂലങ്ങൾ അവനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം 4 സൈഡിൽ നിന്നും ഉണ്ടായെന്നാലും അവൻ വിശ്വസിക്കുന്ന ദൈവം, അവനോട് കൂടെ ഇരിക്കുന്ന ദൈവം, കൂടെയുള്ള ദൈവം അവനെ രക്ഷിക്കും എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദം ഇല്ല എന്ന്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാനായ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, അവനോട് കൂടെ ദൈവം വസിക്കുന്നു. അവൻ വിശ്വാസത്താൽ ജീവിക്കുകയും ചെയ്യും. എന്ത് വിശ്വാസത്താൽ? ദൈവം എന്നോട് കൂടെയിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായതൊക്കെയും നൽകി എന്നെ മുൻപോട്ട് നയിക്കുവാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന രോഗമാകട്ടെ, ഭൗതികമായ സാമ്പത്തികമായ ഞെരുക്കങ്ങളാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ മേൽ മനുഷ്യന് ഞെരുക്കമുണ്ടാകും, ഇടുക്കമുണ്ടാകും. എന്നാൽ ഇവിടെ പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന്. അപ്പോൾ വിശ്വാസമുള്ള ഒരു വ്യക്തി, യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള കാര്യം ദൈവം ഇവിടെ ഉറപ്പു തരികയാണ്. എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദം
ഇല്ലാത്ത ഒരു കാര്യമുണ്ട്, അവൻ പിന്മാറിപ്പോകുന്നുവെങ്കിൽ. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ 4 സൈഡിൽ നിന്നും ആഞ്ഞടിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇന്ന് ലോകത്ത് യാഥാർത്ഥ്യത്തെ മറയ്ക്കുവാനും മറ്റുള്ളതിനെ ഉയർത്തുവാനും, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ്യമായതിനെ കാണാതെ അല്ലാത്തതിനെ അന്വേഷിക്കുന്നതും അതിനെപ്പറ്റി നാം എപ്പോഴും തോരാതെ പറയുകയും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസം തകർക്കുവാനും, നമ്മളുടെ വിശ്വാസം നശിച്ച് നമ്മളിവിടെ കാണുന്ന പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദം ഇല്ല എന്ന്. കാരണം ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ, അത് നമ്മളിൽ നിന്ന് എടുത്തു കളയുവാൻ, നമ്മളിൽ നിന്നത് നശിപ്പിച്ചു കളയുവാൻ, ആ ദൈവപ്രസാദം നമ്മളിൽ നിന്ന് എന്നേക്കുമായി മാറ്റിക്കളയുവാൻ നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും നമ്മളെ നോക്കിക്കണ്ടുകൊണ്ട് നമുക്കെതിരെ ശത്രുവിൻ്റെ അസ്ത്രങ്ങൾ തന്നെ എയ്തു വിട്ടുകൊണ്ടിരിക്കും. എന്നാൽ അവിടെയൊന്നും കുലുങ്ങിപ്പോകാതെ, തകർന്നു വീഴാതെ, വിശ്വാസത്താൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കേണ്ട കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, അവൻ വാതിൽക്കൽ നിൽക്കുന്നു എന്ന്. യേശു കർത്താവ് നമ്മുടെ വാതിൽക്കൽ നിൽക്കുകയാണ്. കാരണം കർത്താവ് നമ്മളെ കൊണ്ടുപോകുവാൻ സമയമായിരിക്കുകയാണ്. അതാണ് യേശുവുള്ള പടകിന് നേരെ അതിഭയങ്കരമായ കൊടുങ്കാറ്റുകളും തിരമാലകളും അതിനെ മുക്കിക്കളയുവാനും അതിനെ തകർത്ത് കളയുവാനുമായി ഏറ്റവും ശക്തിയോടെ ആഞ്ഞു വീശുകയും എടുത്തു മറിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പിൻ. ദൈവമായ കർത്താവോ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.